ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 3 കിരീടം കോട്ടയം സ്വദേശി നിവേദിത കുട്ടിക്കായിരുന്നു ലഭിച്ചത്. വർമ്മ ഹോംസ് നൽകിയ 50 ലക്ഷം രൂപയുടെ ഫ്ളാറ്റായിരുന്നു ഒന്നാം സമ്മാനമായി നിവേദിത കുട്ടിക്ക് ലഭിച്ചത്. ഫ്ളാറ്റിന്റെ താക്കോൽ വർമ്മ ഹോംസ് MD കെ അനിൽ വർമ്മയും ഡോക്ടർ മിനി വർമ്മയും സമ്മാനിച്ചിരുന്നു. ആ മഹത്തായ സമ്മാനം ഇപ്പോൾ നിവേദിത കുട്ടിക്ക് കൈമാറിയിരിക്കുകയാണ്. വർമ്മ ഹോംസ് MD ഡോക്ടർ മിനി വർമ്മയാണ് രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സ് കൈമാറിയത്. വർമ്മ ഹോംസിന്റെ തിരുവാങ്കുളത്തുള്ള ഫ്ളാറ്റാണ് സമ്മാനമായി നിവേദിത കുട്ടിക്ക് ലഭിച്ചത്. താനൊരു ടോപ്പ് സിംഗർ ഫാനാണെന്നും മ്യൂസിക് ലവറുമൊക്കെയാണെന്നും സമ്മാനം കൊടുക്കാൻ സാധിച്ചതിൽ സന്തോഷമെന്നും മിനി വർമ്മ പറഞ്ഞു. ഫ്ലവേഴ്സ് ടിവിയോടും വർമ്മ ഹോംസിനോടും നന്ദിയുണ്ടെന്നും സന്തോഷമായെന്നും കൊച്ചുമിടുക്കി നിവേദിത കുട്ടി പറഞ്ഞു. തനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല എന്നും കൂടാതെ നിവേദിത കുട്ടിയുടെ അച്ഛനും സന്തോഷമറിയിച്ചു. പനമ്പിള്ളി നഗറിലുള്ള വർമ്മ ഹോംസിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു ഈ ഡോക്യുമെന്റ്സ് കൈമാറിയത്. അങ്ങനെ ഈ കൊച്ചുമിടുക്കിക്ക് ഈ പ്രായത്തിൽ ആ വലിയ ഫ്ലാറ്റ് സ്വന്തമായി. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംഗീതയാത്രയ്ക്ക് പ്രൗഢഗംഭീരമായ ക്ലൈമാക്സ് ആയിരുന്നു ഫ്ലവേഴ്സ് TV ഒരുക്കിയത്. 20 പേരുമായി ആരംഭിച്ച സംഗീതയാത്ര പിന്നീട് മത്സരം കടുത്തതോടുകൂടി 6 പ്രതിഭകളിലെത്തിയിരുന്നു. ഇതിൽ നിന്നാണ് ടോപ്പ് സിംഗറിനെ വിധികർത്താക്കൾ തിരഞ്ഞെടുത്തത്. സുരേഷ് ഗോപി, ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, ഇൻസൈറ്റ് മീഡിയ സിറ്റി ഡയറക്ടർ സതീഷ് G പിള്ള, 24 ചീഫ് എഡിറ്ററും ഫ്ലവേഴ്സ് ഗ്രൂപ്പ് MDയുമായ R ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവരായിരുന്നു ഗ്രാൻഡ് ഫിനാലെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. സംഗീത ലോകത്ത് പാട്ടിന്റെ പാലാഴി കടഞ്ഞെടുക്കുന്ന കുരുന്ന ഗായകരെ കണ്ടെത്തുന്നതിനുള്ള പരിപാടിയാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. ഫ്ലവേഴ്സ് 1, 2, 3, 4 സീസണുകളിലെ കുരുന്നുകളെ ഇതിനോടകം തന്നെ മലയാളികൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു. ആദ്യ സീസണിൽ സീതാലക്ഷ്മി എന്ന മിടുക്കിയാണ് ടോപ്പ് സിംഗർ ട്രോഫി സ്വന്തമാക്കിയത്. 2ാം സീസണിൽ ശ്രീനന്ദാണ് വിജയിയായത്. 3ാം സീസണിൽ നിവേദിത കുട്ടിയും. ഇനി 4ാം സീസണിൽ ആരായിരിക്കും? കാത്തിരുന്ന് തന്നെ കാണാം.